മുതലാളി വരാൻ പറഞ്ഞു. ആയിക്കോട്ടെ. നമസ്കാരം മുരളി. വിവേകാനന്ദന്റെ വീടിന്റെ ആധാരം സഹകരണ ബാങ്കിൽ ഇരിക്കുകയാണല്ലേ? അതെ മുരളി. എന്തേ, ജപ്തി വല്ലതും? ജപ്തി, പക്ഷെ അത് വീടിനല്ല. ആരാടാ ഇവിടെ? ഇത് രൂപ ചോദിച്ചത് എന്റെ ഫ്രണ്ടാ. അപ്പൊ അവളും നീയും കൂടി ചേർന്നുള്ള കളിയായിരുന്നല്ല? എന്റെ മോനെ നട്ടു നിറച്ച് വളർത്തുവാൻ മാത്രമല്ല, വെട്ടിയറിഞ്ഞ് വളമാക്കാനും പാപ്പിച്ചറിയാം. നോക്കടാ, ഇത് മുഴുവൻ മുക്കുമണ്ടമാ, മുക്കുമണ്ടം. മോഹൻ മേനോൻ, തുഷാർ വില്ല, നമ്പർ 13, പാവർട്ടി. ഇതാ പച്ച മതില്. ഇത് തന്നെയാ. നമ്മൾ ഡീസന്റ് ആയിരിക്കണം, അതാണ്. ഇവിടെ ആരുമില്ലേ? ഒന്ന് പതുക്കെ അകത്തി എന്ന് ചോദിക്കാം. വാ. സാർ, ആരാ? ഞങ്ങള് മിസ്റ്റർ മോഹൻ ഒന്ന് കാണാൻ വന്നതാ. മോഹനോ? അതാരാ? നമ്പർ 13, തുഷാർ വില്ല. അഡ്രസ് ഇത് തന്നെ, പക്ഷേ മോഹൻ എന്നൊരാൾ ഇവിടെ ഇല്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് രൂപയുടെ ഭർത്താവ് മോഹൻ. സോറി മിസ്റ്റർ, ഇവിടെ മോഹനും ഇല്ല രൂപയില്ല. ഇത് എന്റെ വീടാ. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സാർ, ഞങ്ങൾ മോഹനെ ഒന്ന് കണ്ടിട്ട് പോകണം. പോണം. ചെല്ല്. സേതുവളെയും പറ്റിച്ച പോലെ അവളും നിന്നെ പറ്റിച്ചാടാ. ഇതുപോലെയുള്ള കുറ്റങ്ങൾക്ക് പാപ്പച്ച മുതലാളിയുടെ നിയമപുസ്തകത്തിലെ ശിക്ഷ 2 കൈയും കാലും തല്ലി ഒടിച്ച് ഏതെങ്കിലും വൃക്ക കമ്പനിക്ക് നമ്മളെ വിൽക്കുക എന്നുള്ളതാ. പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ മുതലാളി ഒരു ചെറിയ ഇളവ് അനുവദിച്ചു. 1 മാസത്തെ സമയം തരും. അതിനുള്ളിൽ ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ ജിഞ്ചർ. ഇതിലേതെങ്കിലും ഒന്ന് ഇവിടെ എത്തിച്ചില്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ അമ്മ, അനിയത്തി എല്ലാവരും അനുഭവിക്കും. മുതലാളി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ അവരെ വെറുതെ വിട്ടേക്ക്. നിനക്കൊരു നല്ല കാലം വരുമ്പോ ആരാ അതിന്റെ ഗുണഭോക്താക്കള്? നിന്റെ വീട്ടുകാര് അല്ലയോടാ? അപ്പോ നിനക്കൊരു ചീത്തക്കാലം വരുമ്പോ അതിന്റെ പങ്കും അവർ അനുഭവിക്കണ്ടോടാ? വയ്ക്കോ, എന്നിട്ട് ആരെ കൊന്നിട്ടാണെങ്കിൽ കാശുണ്ടാക്കി കൊണ്ടുവാ. അതെ, എന്തായി? അഹമ്മദ് കുട്ടി സാഹിബ് കാശ് കടം കൊടുക്കൽ നിർത്തി. കാശ് കടം കൊടുത്ത നഷ്ടം 2ആണെന്നാ മൂപ്പര് പറയുന്നത്. കൊടുക്കുന്ന കാശും പോവും, ആ ബന്ധവും പോവും. ഞാൻ വീണ്ടും പല വഴിക്ക് അന്വേഷിച്ചു. ഈട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ മനസ്സുള്ളവരുണ്ട്, പക്ഷെ അത് നിനക്ക് കിട്ടില്ല. ഈ ഫീൽഡിൽ നിന്റെ ട്രാക്ക് റെക്കോർഡ് അത്രയ്ക്ക് മോശ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? 1 മാസം കൊണ്ട് 10 ലക്ഷം രൂപ, അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്റെ ഈശ്വര? ഒന്നുകിൽ നാളെയാണ് ഭാഗ്യക്കുറി അടിക്കണം, അല്ലെങ്കിൽ മോഷ്ടിക്കണം. മോഷ്ടിക്കണം? മോഷണം അങ്ങനെ ഏതൊരു എരപ്പാളിക്കും ചെയ്യാവുന്ന ജോലിയല്ല, അതൊരു കലയാണ്. മോഷ്ടിക്കുന്നവൻ അപ്പോ കലാകാരനും. കേശവൻ മോഷണമെന്ന കലയിലെ നിത്യഹരിത നായകൻ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ രംഗത്ത് സജീവം. പക്ഷേ ഇതുവരെ ഒരു കേസിലും പിടിക്കപ്പെട്ടിട്ടില്ല. സ്വന്തം ഡ്രൈവിംഗ് സ്കൂളിന്റെ മറവിൽ പുതിയ മോഷ്ടാക്കൾക്ക് വേണ്ട ചില്ലറ ഉപദേശങ്ങൾ, ശാസ്ത്രീയ മോഷ്ടാക്കളെക്കുറിച്ചുള്ള സ്റ്റഡി ക്ലാസുകൾ, ഇതൊക്കെയാണ് കേശവന്റെ ഇപ്പോഴത്തെ ഏർപ്പാട്. എന്തായി കേശവ, ഞാൻ പറഞ്ഞ സാധനം റെഡിയായോ? കേശവനോടൊരു കാര്യം പറയുന്നതും ഗുരുവായൂരപ്പനോട് പറയുന്നതും ഒരുപോലെയാ. രണ്ടും നടന്നിരിക്കും, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഗുരുവായൂരപ്പൻ കക്കില്ല, കേശവൻ കക്കും. കൊള്ളാമല്ലോ, ഇതെങ്ങനെ വർഷാപ്പിൽ നന്നാക്കാൻ കയറ്റിയിരുന്ന ഞാനൊരു പോലീസ് ഉടുപ്പിട്ടോണ്ടെന്ന് എടുത്തോണ്ടെങ്കിൽ പോകും. നായകനെ വില്ലനായ പോലീസുകാരൻ ചേസ് ചെയ്യുമ്പോ കൊക്കയിലേക്ക് മറിക്കാനായി വണ്ടി. എന്ത് ചെയ്യാം, ഞാനൊരു സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറായി പോയില്ലേ. ഡയറക്ടർ പറയുന്ന സാധനം സംഘടിപ്പിച്ചു കൊടുത്തല്ലേ പറ്റൂ. സിനിമ ഷൂട്ടിംഗ് ഈ പരിസരങ്ങളിൽ 1 മാസം ഉണ്ടാവും. പ്രോപ്പർട്ടീസ് ഇനിയും വേണ്ടി വരും. ഞാൻ അപ്പ വരാം. ആ സെറ്റുകാരനെ വിളി. ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് കേശവൻ ഏറ്റു.
പക്ഷെ മോഷണത്തിന് അപ്പോഴും ഞാനെതിരായിരുന്നു. എന്തേ? ചാവേണ്ടി വന്നാലും കക്കരുതെന്നാണ് അമ്മ എന്നെ ഉപദേശിച്ചിട്ടുള്ളത്. ആ അമ്മയുടെ ജീവനും കൂടി വേണ്ടിയാ നമ്മൾ ഈ കക്കുന്നത്. പാപ്പച്ച മുതലാളി അറിയാലോ, തട്ടൂന്ന് പറഞ്ഞാ. ഈ മോഷണം അത്ര മോശം കാര്യമൊന്നുമല്ല. ഇതൊരു തരം ഇൻസ്പിറേഷനാണ്. ഇൻസ്പിറേഷൻ? അതെ. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ കണ്ടില്ലേ, മിക്കത് മോഷണല്ലേ. ചോദിച്ചാ പറയും ഇൻസ്പിറേഷൻ ആണെന്ന്. നമ്മളും ഇൻസ്പയർ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടത് 10 ലക്ഷം രൂപയല്ലേ, അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നു. അതൊരു തെറ്റോ പാപമോ അല്ല, മറിച്ച് അവകാശമാണ്. കാശിന് ആവശ്യമുള്ളവന്റെ അവകാശം. ശരിയാ. മോഷണത്തെ ശക്തിയുക്തം എതിർക്കുന്ന ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. മുമ്പോട്ട് പോകാൻ. ഈ ആളുകൾ 3 തരമുണ്ട്: ലോവർ, അപ്പർ, മിഡിൽ. ഈ അപ്പർ ക്ലാസിന്റെ വീട്ടിലാണ് നമുക്ക് കയറേണ്ടത്. അതുപോലെ വീടുകളുമുണ്ട് പലതരം. നല്ല ലക്ഷണമൊത്തത്, ഒക്കാത്തത്, ഒപ്പിച്ചാൽ ഒക്കുന്നത്, ഒരിക്കലും ഒക്കാത്തത്, അഥവാ കുഴപ്പം പിടിച്ചത്. നല്ല ലക്ഷണയുക്തമായ വീട് വേണം നമ്മൾ തെരഞ്ഞെടുക്കാൻ. ഈ വാസ്തു വാസ്തു എന്നൊക്കെ പറയണതേ വെറുതെ ആളുകളെ പറ്റിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, അതും മോഷണം പോലെ തന്നെ ഒരു ശാസ്ത്രമാണ്. ഈ വീട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നാ കുഴപ്പമുണ്ട്. ഇതിന്റെ കണക്ക് തെറ്റിക്കിടക്കുക. അടുക്കള സ്ഥാനത്തല്ല. അതുകൊണ്ട് എന്താ, മനസമാധാനം കുറയും. ആരുടെ? തന്റെ ഭാര്യയുടെ. ഭാര്യയുടെ മനസ്സുഖം കുറഞ്ഞാൽ പിന്നെ പറയണ്ടോ? അതുകൊണ്ട് ഇത്തരം വീടുകൾ നമ്മൾ വേണ്ടാന്ന് വെക്കണം. പുരുഷ സ്പർശമേൽക്കാത്ത കന്യകയെ പോലെയാണ് ലക്ഷണയുക്തമായ വീടുകൾ. അത്തരം വീടുകൾ നമ്മെ മാടി മാടി വിളിക്കും. വരൂ, കയറൂ, എന്നെയൊന്ന് മോട്ടിക്കൂ എന്നും പറഞ്ഞ് നമ്മെ നോക്കി നിലവിളിക്കും. അതുപോലെ നോക്ക്, ഈ വീട് എല്ലാം കൊണ്ടും ഉത്തമം, നല്ല ലക്ഷണമൊത്തത്, എല്ലാം കൊണ്ടും. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? എല്ലാം കൊണ്ടും ഉത്തമമല്ലേ? നോക്കൂ, കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം, ഈശാനകോണിൽ അടുക്കള, അഗ്നികോണിൽ മറ്റൊരു ബെഡ്റൂം. നിമിത്തവും നല്ലത്. ഇനി അന്വേഷണം വേണ്ട, നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഇത് വീടിന്റെ താക്കോൽ. ഇതിലേതാണെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് തുറക്കാം. ആ താക്കോൽ ഉപയോഗിച്ച് ഗേറ്റ് തുറക്കണം. ഗേറ്റ് തുറന്ന് നിങ്ങൾ അകത്തേക്ക്. ഇനി ഡോറ് തുറന്ന് നിങ്ങൾ കയറി ചെല്ലുന്നത് ഹാളിലേക്കാണ്. അതിനപ്പുറമാണ് ബെഡ്റൂം. ബെഡ്റൂമിലാണ് പ്രധാന അലമാര. അതിന്റെ ഒരു താക്കോൽ ആ കുട്ടി കൊണ്ടുപോയി കാണും. വേറൊരു താക്കോൽ ലിവിംഗ് റൂമിന്റെ മൂലക്കിരിക്കുന്ന ഫിഷ് ടാങ്കിലെ ശംഖിന്റെ ഉള്ളിൽ കാണും. നിങ്ങൾ ചെല്ലുന്നു, കയറുന്നു, താക്കോൽ എടുക്കുന്നു, സേഫ് തുറക്കുന്നു, അവർക്ക് വേണ്ടാതെ വെച്ചിരിക്കുന്ന പണം എടുക്കുന്നു, ഇങ്ങോട്ട് പോരുന്നു. എന്താ? ഏതായാലും കട്ടു. എന്നാ പിന്നെ മുഴുവൻ എടുത്താലോ? വേണ്ട കച്ചേരി, വേണ്ട. എന്തെങ്കിലും തിരിച്ചു വെക്കാൻ പറ്റണേ ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥനയിൽ എടുക്കുന്നത്. 10 മതി. 1 2 3 4 5 6 7 8 9 10. കൃഷ്ണ കാത്തുകൊള്ളണേ.
ആരെ പൊക്കാൻ? കൈ പൊക്കട പട്ടി. ആ. മുന്നോട്ട് വരരുത്, വന്നാ കൊല്ലും ഞാൻ. അങ്ങ് ഞങ്ങളോട് പോകണം.